കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവരെക്കുറിച്ച് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത് 13 വീഡിയോകൾ ചെയ്തു. 850 മുതൽ 1000 വരെയുള്ള ആളുകൾ കണ്ട വീഡിയോസുമുണ്ട്, 30,000 വരെ ആളുകൾ കണ്ട വീഡിയോസുമുണ്ട്. 66,000 പേരാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോകൾ കാണേണ്ടത് പ്രധാനമായി. കാരണം 33,000 അംഗൻവാടികളിൽ 33,000 വർക്കർമാരും 30 ഹെൽപ്പർമാരും എല്ലാവരിലും എത്തിയിട്ടില്ല. അതിന് ഇത് കണ്ട അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാരും സഹായിക്കണം. അതുപോലെ അധികാരികളിൽ എത്തണം. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, മന്ത്രിമാർ തൊട്ട് ഉദ്യോഗസ്ഥർ വരെയുള്ള എല്ലാ ICDS ഓഫീസർമാർ, CDPOമാർ എല്ലാവർക്കും ഇത് എത്തണം. എന്തിനെന്നാൽ ഇതിനൊരു സാമൂഹ്യ സമ്മർദ്ദം വരാനാണ്. കാരണം നമ്മൾ ഈ വിഷയങ്ങൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം, അത് ഓൺലൈനാകട്ടെ, ഡിജിറ്റലാകട്ടെ, യൂട്യൂബ് ആകട്ടെ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങളാകട്ടെ, പത്രമാകട്ടെ, ഏതെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ വാർത്ത കൊടുക്കുന്നല്ലാതെ തുടർച്ചയായി ഒരു ഗവേഷണം നടത്തുന്നത് പോലെ, പഠനം നടത്തുന്നത് പോലെ അംഗനവാടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിരവധി പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനിയും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്നറിയാം. പക്ഷേ അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നടത്തിയ പ്രശ്നങ്ങൾ, അതായത് അവരുടെ ശമ്പള പ്രശ്നം, അവർക്ക് ആനുവൽ ഇൻക്രിമെൻ്റ് ഇല്ലാത്തത്, ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നത്, അവർ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാർക്ക് വരുന്ന അധിക ജോലികൾ, കാരണം അവർ ഈ മൊബൈലിലെല്ലാം അയക്കേണ്ടി വരുന്ന അധിക ജോലികൾ, അതുപോലെ തന്നെ വർക്കർമാർ ഹെൽപ്പർമാർ തമ്മിലുള്ള ഏകോപനമില്ലായ്മ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ. പിന്നെ അവരുടെ ശമ്പള പരിഷ്കരണങ്ങൾ നടക്കുന്നില്ല. ഗ്രാറ്റുവിറ്റി സമയത്ത് ഇതുവരെ 2022 സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പെൻഷൻ പലർക്കും കിട്ടുന്നില്ല. അതുപോലെ PSC ടെസ്റ്റ് എഴുതാൻ അവർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് 10 വർഷം വേണമെന്നുള്ള ഒരു നിയമം വെച്ചതുകൊണ്ട് അവർക്ക് എഴുതാൻ കഴിയുന്നില്ല. BLOമാരായിട്ടുണ്ടായിരുന്നവരെ മാറ്റി, അവർക്കിപ്പോൾ BLOമാരായിട്ട് അംഗൻവാടിക്കാർക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ വലിയ ദുരന്തങ്ങളുമാണ് അവരിൽ നിന്ന് കേൾക്കുന്നത്. നിസ്സഹായരായ, നിരാലംബരായ ഒരുപാട് സ്ത്രീകളാണ് അതിൽ മഹാഭൂരിപക്ഷവും. ഒരു 18 വയസ്സിൽ 19 വയസ്സിലൊക്കെ കയറിയ ആളുകൾ ഇപ്പോൾ 62 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 1975 വേങ്ങരയിലാണ് ആദ്യത്തെ അംഗൻവാടി വരുന്നത്, ഒക്ടോബർ 2-ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലത്തും, ചുങ്കത്തുറ, പല സ്ഥലത്തും വന്നു. അപ്പോൾ ആ വന്ന അംഗൻവാടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇപ്പോൾ യഥാർത്ഥത്തിൽ 75 അംഗൻവാടി കയറിയവർക്ക് ഇപ്പോൾ 50 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 68 വയസ്സ്, അതായത് ഇപ്പോൾ 68 വയസ്സിൽ ജീവിച്ചിരിക്കുന്നവർ 18 വയസ്സിലും 19 വയസ്സിലൊക്കെ അംഗൻവാടി കയറിയവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വളരെ സീനിയർ ആളുകളാണ്. പിന്നെ കുറച്ച് പേർ വളരെ ജൂനിയേഴ്സും ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ തൽക്കാലം ഒരു പരമ്പരയില്ല. എന്തെങ്കിലും വലിയ പ്രശ്നം വരികയാണെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് നമുക്ക് ഈ പരമ്പര നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺസോൾട്ടേഷൻ? ഒന്ന്, അടിയന്തരമായി പെൻഷൻ കിട്ടാത്ത എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. 2, അംഗൻവാടി പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ പെൻഷനും വാങ്ങാം എന്നൊരു ഓർഡർ കിടപ്പുണ്ട്. അത് കർശനമായി എല്ലാ ICDS ഓഫീസർമാരും CDPOമാരും എല്ലാവരും അത് പാലിക്കണം. സംശയമുണ്ടെങ്കിൽ സർക്കാരിനോട് അത് ചോദിച്ച് ക്ലിയർ വരുത്തണം. ഗ്രാറ്റുവിറ്റി 2022 ശേഷം കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 22-ന് ശേഷമല്ല, അതിന് മുമ്പുള്ളവർക്കും കിട്ടും, കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അടിയന്തരമായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. പെൻഷൻ പറ്റുമ്പോഴവർക്ക് കൺസൾട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട എമൗണ്ട് അടിയന്തരമായി കൊടുക്കണം. ഓണം അലവൻസ് പലർക്കും കൊടുക്കുന്നില്ല, അത് കൊടുക്കേണ്ടതാണ്. BLOമാരായി അവരെ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ്. PSCയിൽ അവർക്ക് ടെസ്റ്റ് എഴുതാനുള്ള ആ മിസ്മാച്ച് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതിനെ തുടർന്ന് ഇത് മാത്രമല്ല, നിരവധി പ്രശ്നങ്ങൾ, ഇൻഡിവിജ്വലായ നിരവധി പ്രശ്നങ്ങൾ പറയുന്നു. ICDS ഡിസ്ട്രിക്റ്റ് ഓഫീസർമാർക്ക് പ്രശ്നങ്ങളുണ്ട്, സൂപ്പർവൈസർമാർക്ക് പ്രശ്നങ്ങളുണ്ട്, CDPOമാർക്ക് പ്രശ്നങ്ങളുണ്ട്, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭരണപരിഷ്കാരം എന്ന് പറയുന്ന പോലെ അംഗൻവാടി പരിഷ്കാര കമ്മീഷനെ ആണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. റിട്ടയേർഡ് ആയിട്ടുള്ള ആരെയെങ്കിലും വെച്ചുകൊണ്ടോ, ആ സർവീസിലുള്ള ആളുകളെ വെച്ചാലും നല്ലത്, അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള IASകാരെയോ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു 2-3 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി, അതിൽ ഒരാൾ നിർബന്ധമായും പുരുഷൻ കൂടി ഉണ്ടായിരിക്കണം. കാര്യം ഈ സ്ത്രീകൾ മാത്രമാകുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു പുരുഷനെയും 2 സ്ത്രീകളെയും വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ 3-4, ഞാൻ മിനിമം 3 പറഞ്ഞൊരു ഒരു പരിഷ്കാര കമ്മീഷൻ വയ്ക്കുകയും വ്യാപകമായി ഇവരുടെ പ്രശ്നങ്ങൾ പബ്ലിക് ഹിയറിംഗ് പോലെ അവരിൽ നിന്ന് എടുക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് എടുക്കുകയും ചെയ്തുകൊണ്ട് അംഗൻവാടികളെ സമഗ്രമായി പരിഷ്കരിക്കേണ്ടതുണ്ട്.
കാരണം ഇത് വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റായി 1975 ഇന്ത്യയിൽ വന്നപ്പോൾ യൂണിസെഫുകാരും വേൾഡ് ബാങ്കുകാരും ഇന്ത്യ ഗവൺമെൻറ്റും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ രാജ്യത്ത് അവതരിപ്പിച്ചത്. ഗർഭിണികൾ മുതൽ ഒരമ്മ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന മുതൽ പ്രസവിക്കുന്നവരെയുള്ള ഒരു കാലഘട്ടവും, അതുപോലെ കുഞ്ഞ് ജനിച്ചാൽ 6 വയസ്സ് വരെയുള്ള മറ്റൊരു കാലഘട്ടവും, വയസ്സായവരുടെ കാലഘട്ടം, അങ്ങനെ തുടങ്ങി സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്രമായ ക്ഷേമത്തിനും പുരോഗതിക്കും ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടി വിശാലവും വിപുലവുമായ ഒരു സ്വപ്ന പദ്ധതിയാണ് അംഗൻവാടികൾ. അത് കേവലം ഒരു വർക്കറുടെയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പറുടെയോ ജോലിയുമായി ബന്ധപ്പെടുത്തി മാത്രം, കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായ കുറച്ച് ആളുകൾക്കുള്ള ജോലിയായി ബന്ധപ്പെടുത്തി മാത്രം കാണാതെ സമഗ്രമായ കെട്ടിടങ്ങൾ ഉണ്ടാവണം. അങ്കണവാടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ്. ഒരു പൂന്തോട്ടവും ഒരു അംഗൻവാടിയിലും കാണാനില്ല എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം വയ്ക്കണമെന്നല്ല, പൂന്തോട്ടത്തിൽ എന്ന പോലെ ചിത്രശലഭങ്ങൾ എന്നതുപോലെ, പൂന്തോട്ടത്തിൽ പാറി നടക്കുന്ന ചിത്രശലഭങ്ങൾ എന്നതുപോലെ കുട്ടികൾക്ക് സ്വൈരവികാരം നടത്താനുള്ള ക്യാമ്പസുകൾ ഉണ്ടാവണം. അങ്ങനെ മനോഹരമായ സേവന വേതന പരിഷ്കാരം എല്ലാം നടക്കട്ടെ. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം, നല്ല പരിശീലനം കൊടുക്കണം. അവർക്കിടയിലുള്ള ഈഗോയും കോംപ്ലക്സും മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഒന്നായി നിൽക്കുക. എന്തായാലും അങ്കണവാടിക്കാരോടൊപ്പം സുഭാഷിതം ചാനലുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സ്പെസിഫിക്കായ പ്രശ്നങ്ങൾ നിങ്ങൾ അയച്ചാൽ അത് മാത്രം ചിലപ്പോൾ വീഡിയോയുടെ അതിൻ്റെ മെരിറ്റ് അനുസരിച്ച് ഇനി ചെയ്യുന്നു. എന്തായാലും ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്കണവാടിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അങ്കണവാടി പരിഷ്കാര കമ്മീഷനെ വയ്ക്കുവാൻ കേരള കേന്ദ്ര സർക്കാരുകളോട് സുഭാഷിതം ചാനൽ അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് പരമാവധി കത്തുകളും ശുപാർശകളും ഇമെയിലുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഭരണാധികാരികൾക്ക് പോകട്ടെ. നമുക്ക് അതിനായി കാത്തിരിക്കാം.